അക്ഷര കോളേജിൻ്റെ മറ്റൊരു ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. मेरे बच्चे नमस्ते. पिछले कक्षा में हम टूटा पहिया नामक कविता पढ़ा. आज हमें इकाई 2 के आई इम कलाम के बहाने का नामक ഫിലിം ലേഖ് പഠേ. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൂട്ടാ പഹിയ എന്ന പേരുള്ള കവിത പഠിച്ചു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ ആയി എം കലാം കെ ബഹാനെ എന്ന പേരിലുള്ള ഫിലിം ലേഖനം പഠിക്കാം. ആയി എം കലാം കെ ബഹാനെ എന്ന പാഠം മിഹിർ പാണ്ഡേയ എഴുതിയ ഒരു ഫിലിം ലേഖനമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും അദ്ദേഹം ചെറുപ്പകാലത്തിൽ കണ്ട ഒരു സിനിമയെക്കുറിച്ചും ഈ പാഠത്തിൽ പറയുന്നുണ്ട്. ആയി എം കലാം കെ ബഹാനെ, അതായത് ആയി എം കലാം അയാം കലാം കെ ബഹാനെ, ഞാൻ കലാമിൻ്റെ പേരിലെ വേചനാഥിൻ്റെ ഒഴുക്കിൽ എന്നാണ് ഈ പാഠത്തിൽ ഉദ്ദേശിക്കുന്നത്. പുസ്തകമേം ദേഖോ. गाँव के स्कूल में मेरा एक साथी था, मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब अवर सगी हिज्जे पूछे जाने पर बताया था. LOOK लुक यानी लुक के देखना नाम का पगला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी. वही मोरपाल जिसकी मेरी हाने के टिप्पे में राजमा देखते ही बातचीत हिल जाती थी. हमारा सौदा था हिलखंडी में हाने की अदला बदली का, यानी मेरे टिफिन के राजमा चावल उसके हर से आया बड़ा सा चाँच का टिप्पा मेरा. उसे पता था कि चाँच मोरी कमजोरी है, लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है. मोरपाल ने मेरे टिफिन बॉक्स में रहे राजमा को खाने से पहले काफ़ी राजमा काफ़ी नहीं था. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. मैं आज तक नहीं जान पाया कि कैसे वह उस चाची के टिप्पे को रोज 15 किलोमीटर बिना सराफी चलकाए लिए आता था. गाँव के स्कूल में मेरा एक साथी था, मोरपाल. गाँव के स्कूल में ഗ്രാമത്തിലെ സ്കൂളിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അതാണ് മോർപാൽ. മിഹിർ പാണ്ഡെ പറയുകയാണ്, കുട്ടിക്കാലത്ത് ഗ്രാമത്തിൽ പഠിച്ചിരുന്നപ്പോൾ ആ ഗ്രാമത്തിലെ സ്കൂളിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ്റെ പേര് മോർപാൽ എന്നായിരുന്നു. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब अवर सही हिज्जे पूछे जाने पर बताया था. LOOK लुक यानी लुक की देखना. ആ മോർപാൽ ആണ് ഒരിക്കൽ ഹമാരെ അംഗ്രേസി കി മാസ്റ്റർ, ഇംഗ്ലീഷ്, നമ്മുടെ ഇംഗ്ലീഷ് സാർ തിവാരിജി ലുക്ക് കാ മത്ലബ്, ലുക്കിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ് എന്ന് ശരിക്ക് ചോദിച്ചപ്പോൾ അവൻ അതിന് LOOK ലുക്ക് എന്ന് സ്പെല്ലിംഗ് ശരിയായിട്ട് തന്നെ പറഞ്ഞു. അതിന് ലുക്ക് എന്ന് പറയുന്നതിൻ്റെ വാക്കിനർത്ഥം ദേഖ്ന, കാണുക എന്നാണെന്നും പറഞ്ഞു. അതായത് എൻ്റെ കൂട്ടുകാരനായ മോർപാൽ ഗ്രാമത്തിൽ സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ചവനായിരുന്നു. ഒരിക്കൽ ഇംഗ്ലീഷ് സാർ
ലുക്ക് എന്ന വാക്കിന് സ്പെല്ലിങ്ങും അതിൻ്റെ അർത്ഥവും എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ശരിയായിട്ട് LOOK ലുക്ക് എന്ന സ്പെല്ലിങ്ങും അതിനർത്ഥം കാണുക, നോക്കുക എന്നാണെന്നും പറഞ്ഞു. नाम का पगला अक्षर मिलने की वजह से क्लास की दरी पटी पर हमारी बैठने की जगह भी साथ होती. नाम का पगला अक्षर, नाम का പേരിൻ്റെ പകല അക്ഷർ ഒന്നാമത്തെ അക്ഷരം. മിൽനെ കി വജഹ് സേ ക്ലാസ് കി ദരി പട്ടി ഒന്നുപോലെ ആയത് കാരണം. ക്ലാസ് കി ദരി പരവതാനി, ക്ലാസിൻ്റെ ആ പരവതാനിയിൽ പർ ഹമാരി ബൈഠ്നെ കി ജഗഹേ നമ്മൾ ഇരിക്കുന്ന സ്ഥലവും സാത് ഹീത്തി ഒരിടത്ത് ആയിരുന്നു. അതായത് ആൽഫബറ്റിക് ഓർഡറിൽ പേര് നോക്കുമ്പോൾ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഒന്നുപോലെ മിഹിറെന്നും മോർപാലെന്നും, അപ്പോൾ മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാണ്. ആ പേരുകൾ ഇങ്ങനെ ഒരേ അക്ഷരത്തിൽ വരുന്നത് കൊണ്ട് അവരുടെ സീറ്റും ക്ലാസിൻ്റെ പരവതാനിയിൽ ഒരിടത്തായിരുന്നു. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകളിലും പേരുകളൊക്കെ ആൽഫബറ്റിക് ഓർഡറിലാണ് പിടിക്കുന്നത്. പക്ഷേ ഇരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം. എന്നാൽ ഇവിടെ അവരുടെ പേരിൻ്റെ അക്ഷരം ആൽഫബറ്റിക് ഓർഡറിനനുസരിച്ച് കുട്ടികളെ ഇരുത്തിയത് കൊണ്ട് അവരുടെ പേര് ആദ്യത്തെ അക്ഷരം മായിൽ തുടങ്ങുന്നത് കൊണ്ട് അവരുടെ ഇരിപ്പിടം ക്ലാസിൻ്റെ പരവതാനിയിൽ ഒരിടത്തായിരുന്നു. वही मोरपाल जिसकी मेरे हाने की टिप्पे में राजमा देखते ही बाचें हिल जाती थी. वही मोरपाल, ആ മോർപാൽ മേരെ ഹാനെ കി ടിപ്പേ മേ എൻ്റെ ടിഫിൻ ബോക്സിൽ, എൻ്റെ ഭക്ഷണപാത്രത്തിൽ രാജ്മാ ദാക്തേ ഹി രാജ്മ കാണുമ്പോൾ ബാച്ചേം ഹിൽ ജാത്തി തീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. ആ മോർപാൽ എൻ്റെ ഭക്ഷണപാത്രത്തിൽ, എൻ്റെ ടിഫിൻ ബോക്സിൽ രാജ്മ പരിപ്പ് ദാൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു കറി, ചോറിനോടൊപ്പം ഉപയോഗിക്കുന്ന ഈ രാജ്മ കാണുമ്പോൾ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. ഹമാര സൗദാത്ത നമ്മുടെ വ്യാപാരമായിരുന്നു, കച്ചവടമായിരുന്നു, നമ്മുടെ പ്രവൃത്തിയായിരുന്നു. ഹീൽഖണ്ഡി മേ ഹാനേക്ക് അതല ബദലിക്ക, ഹീൽഖണ്ഡി പി ടി പീരീഡ് സമയത്ത് ഈ ഭക്ഷണപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, അതല ബദല അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, കൊടുക്കൽ വാങ്ങൽ ചെയ്യുക എന്നത് നമ്മുടെ ഒരു വ്യാപാരമായിരുന്നു, കച്ചവടമായിരുന്നു. यानी मेरी टिफिन के राजमा चावल उसके घर से आया बड़ा सा चांच का टिप्पा मेरा. എൻ്റെ ടിഫിൻ ബോക്സിൽ രാജ്മ ചാവൽ, ചോറും രാജ്മയും പരിപ്പ് കൊണ്ടുള്ള ഈ കറിയും ചോറും നിറച്ച ഈ പാത്രം അവൻ്റെ പക്കലും, അവൻ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ചാഞ്ച് മോര് എൻ്റെ മുൻപിലും, അവൻ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന മോര് നിറച്ച പാത്രം എൻ്റെ മുൻപിലും, അവരുടെ ഭക്ഷണപാത്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുക പതിവായിരുന്നു. ഉസേ പതാത്താക്കി ചാച്ചിക്ക് മേരി കംസോരി ഹേ, അവൻ അറിയാമായിരുന്നു മോര് എനിക്കൊരു ദുർബലം, അതായത് മോരെന്ന് പറയുന്ന സാധനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സാധനമാണ്, അത് എനിക്ക് വളരെയധികം താല്പര്യമുള്ളതാണ് എന്ന് അതവന് അറിയാമായിരുന്നു. ലേക്കിൻ എന്നാൽ മോർപാൽ സേ മിൽനെ സേ പഹലെ कदई अंदासा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है. എന്നാൽ എനിക്ക് മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് ബിൽക്കുൾ തികച്ചും എനിക്ക് അറിയില്ലായിരുന്നു രാജ്മ മറ്റുള്ളവർക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണിതൊരു ആഹാരമാണിത്, ഇത്രയും പ്രിയപ്പെട്ടതാണെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു. മോർപാലിനെ മേരെ ടിഫിൻ ബോക്സ് में रहे राजमा को खाने से पहले कभी राजमा देख काफ़ी नहीं था. മോർപാൽ മേരി ടിഫിൻ ബോക്സ് മേൻ്റെഹ്മ എൻ്റെ ടിഫിൻ ബോക്സിൽ വച്ചിട്ടുള്ള രാജ്മ ഖാനേസെ പകലെ ഭക്ഷിക്കുന്നതിന് മുൻപ് കഫി രാജ്മ ദേ കാഫി നഹിം താ അവനൊരിക്കലും ഈ രാജ്മ അവൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. വഗ് ഹമാരെ സ്കൂൾ കെ 15 കിലോമീറ്റർ ദൂർ സെ
किसी गाँव से साइकिल चलाता जो स्कूल आता था वह हमारे അവൻ हमारे स्कूल के നമ്മുടെ സ്കൂളിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെ 15 കിലോമീറ്റർ ദൂരെയുള്ള കിസി ഗാവ് സെ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ ചലാത്ത സൈക്കിൾ ഓടിച്ച് രോ സ്കൂൾ ആത്താത്ത ദിവസവും സ്കൂളിൽ വരുമായിരുന്നു. ഈ മോർപാൽ ദിവസവും സ്കൂളിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് അവൻ്റെ വീട്. അവൻ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുന്നത് ദിവസവും സൈക്കിൾ ഓടിച്ചായിരുന്നു, സൈക്കിൾ ചവിട്ടി ആയിരുന്നു. മെയ്യും ആജ് തക് നഹീം ജാൻ പായാ കി കൈസേ വഹ് ഉസ് ചാച്ചി കെ ടിപ്പേ മേം രോസ് 15 കിലോമീറ്റർ ബിനാ സെരാ ഫി ചൽക്കായെ ലിയെ ആത്താത്ത മെയ്യും ആജ് തക് നഹീം ജാൻ പായ എനിക്ക് ഇന്ന് വരെയും മനസ്സിലാക്കുവാൻ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തെന്നാൽ ഈ 15 കിലോമീറ്ററോളം ഇവൻ ഈ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ എങ്ങനെയാണ് ഈ മോര് പാത്രത്തിൽ നിന്ന് മോര് തുളുമ്പാതെ ചൽക്കായെ തുളുമ്പുക, ചൽക്കാന തുളുമ്പുക. ഈ മോര് പാത്രം ഈ 15 കിലോമീറ്റർ ദൂരെ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ എങ്ങനെയാണ് തുളുമ്പാതെ കൊണ്ടുവരുന്നതെന്നുള്ള കാര്യം എനിക്കിതുവരെയും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ മിഹിറിൻ്റെ കൂട്ടുകാരനായിരുന്നു ആര്? മോർപാൽ. മോർപാലിൻ്റെ മിഹിറും അടുത്തടുത്ത സീറ്റുകളിലായിരുന്നു ഇരുന്നത്. എന്തുകൊണ്ട്? അവരുടെ പേരിൻ്റെ അക്ഷരം ആദ്യ ഒരു അക്ഷരം ആയതുകൊണ്ട് അവർ ക്ലാസ്സിൽ ഒരിടത്തായിരുന്നു ഇരുന്നത്. കളിപ്പീരീഡിൽ അവരുടെ ജോലി എന്തായിരുന്നു? പരസ്പരം, അതായത് പി ടി പീരീഡിൽ അവരുടെ ജോലി പരസ്പരം ഭക്ഷണപാത്രങ്ങൾ കൈമാറുക എന്നതായിരുന്നു. അതിൽ മോർപാൽ കൊണ്ടുവരുന്ന മോരും മിഹിർ ഭാണ്ഡെ കൊണ്ടുവരുന്ന രാജ്മായും ചോറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്നു. സ്കൂളിൽ നിന്നും എത്ര കിലോമീറ്റർ ദൂരെയായിരുന്നു നമ്മുടെ മോർപാലിൻ്റെ വീട്? 15 കിലോമീറ്റർ ദൂരെ. ഈ 15 കിലോമീറ്റർ ദൂരെ നിന്നും അവൻ വരുന്നത് സൈക്കിൾ ചവിട്ടിയായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ ലേഖകൻ ഇഷ്ടപ്പെട്ട മോര് തുളുമ്പാതെ കളയാതെ അവൻ കൊണ്ടുവരുമായിരുന്നു. ദൂസരാ ഭാഗ് ദേഖോ. മെയും സ്കൂൾ ജാനെ മേ രോയാ കർത്ത रोज नए बहाने बनाया करता. അവർ तब तेज बारिश के दिनों स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता. लेकिन मैं समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नागा जो स्कूल क्यों चले आते थे. उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. मैं स्कूल की नीली हॉकी यूनिफॉर्म से हमेशा चिढ़ा करता और उसे पहनना हमेशा टाला करता. वही मोरपाल मुझे जब भी दिखा हमेशा वही स्कूल की यूनिफॉर्म पहने ही दिखा. एक बार तो मुझे याद है कि मोहल्ले की किसी आदमी भी उसे वही नीली हॉकी स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया था. മെയ്യും സ്കൂൾ ജാനേമേം രോയാ കർത്താത്ത. ഞാൻ സ്കൂളിൽ പോകാൻ ദിവസവും കരയുമായിരുന്നു. നമുക്കറിയാം, നമ്മളിൽ ചിലരും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഒരു മടി കാണിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ സ്കൂളിൽ പോകാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമാണ്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ലേഖകനായ മിഹിറും പറയുകയാണ്, ഞാൻ സ്കൂളിൽ പോകാൻ ദിവസവും കരയുമായിരുന്നു. രോസ് നയേ ബഹാനെ ബനായ കർത്ത. രോസ് ദിവസവും, നയേ പുതിയ, ബഹാനെ ബനായ ഒഴിവ് കഴിവുകൾ, ദിവസവും ഓരോ ഒഴിവ് കഴിവുകൾ ഞാൻ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി പറയുമായിരുന്നു. ജബ് തേജ് ബാരിഷ് കെ ദിനോ മേ സ്കൂൾ കെ രാസ്തേ മേ പാനി ഭർ ജാനേ സേ. ഭയങ്കരമായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ വഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നു, വെള്ളം നിറഞ്ഞു കിടക്കുന്നു എന്നുള്ള കാരണങ്ങളാൽ അവധി എടുക്കുമായിരുന്നു. ചുട്ടി ഹോ ജായ കർത്തി, അവധി എടുക്കുമായിരുന്നു. തോ മെയും ഘർ പർ നാച്ച കർത്ത, അവധിയെടുത്ത് വീട്ടിൽ കിടന്ന് കളിക്കുമായിരുന്നു. ലേക്കിൻ മെയും സമച്ച് നഹീം പാത്ത, എന്നാൽ എനിക്ക് ഇതുവരെയും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തെന്നാൽ
മോർപാൽ അവർ ഊസ്കെ ജയ്സെ മേരി കൈ അവർ സഹപാഠി. മോർപാലും അവൻ്റെ ഇതുപോലെയുള്ള പല സഹപാഠികളും കൂട്ടുകാരും ബിന നാഗാരോ സ്കൂൾ ക്യോം ചലെ ആത്തേ തേ. നാഗ ആബ്സെന്റ്. ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആകാതെ സ്കൂളിലേക്ക് ദിവസവും ഇവർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല, അറിയില്ലായിരുന്നു. ഉൺക സ്കൂൾ കോ ലേക്കർ പ്രേമിത്തന ഗഹരാത്ത. അവർക്ക് സ്കൂളിനോടുള്ള സ്നേഹം ഇത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു. സ്കൂളിനെ അവർ വളരെയധികം സ്നേഹിച്ചിരുന്നു. കി എന്നാൽ രവിവാർ കി ചുട്ടി കാ ദിൻ ഉൺകെ ലിയേ ഹഫ്തേ കാ സബ്സെ ബുര ഹുവാ കർത്താത്ത. രവിവാർ ഞായറാഴ്ച ദിവസം അവധിയായിരിക്കുമ്പോൾ പോലും ആ ദിവസം അവർക്ക് എല്ലാ ദിവസത്തെക്കാളും വളരെയധികം മോശമുള്ളായ ദിവസമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസം മോർപാലിനും അവൻ്റെ പല കൂട്ടുകാർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ദിവസമായിരുന്നു. ഞായറാഴ്ച വീട്ടിൽ നിൽക്കുക എന്ന ദിവസം അവർക്ക് വളരെയധികം മോശമായ ദിവസം ആയിരുന്നു. മെയിൻ സ്കൂൾ കി നീലി ഹാക്കി യൂണിഫോം സെ ഹമേശ ചിടാ കർത്ത. അവർ ഉസേ പഹന ഹമേശ ടാല കർത്ത. മെയ്യും ഞാൻ സ്കൂൾ കി നീലി ഹാക്കി യൂണിഫോം സെ. സ്കൂളിലെ നീലയും ഹാക്കി നിറത്തിലുള്ള യൂണിഫോം ധരിക്കുന്നതിനോട് കൂടെ എപ്പോഴും ചിടാ കർത്ത വെറുപ്പായിരുന്നു. അവർ ഉസേ പഹന ഹമേശ അത് ധരിക്കുന്നത് ഹമേശ എപ്പോഴും ഒഴിവാക്കിയിരുന്നു. ടാല കർത്ത ഒഴിവാക്കിയിരുന്നു. നമുക്കും സ്കൂൾ യൂണിഫോം എന്ന് ധരിക്കണമെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ ലേഖകനും ഇവിടെ സ്കൂൾ യൂണിഫോം എന്ന് കേൾക്കുമ്പോൾ സ്കൂൾ യൂണിഫോം എന്ന് ധരിക്കുന്നത് ഒരു വെറുപ്പായിരുന്നു. വഹി മോർപാൽ മുझे जब भी दिखा ഹമേശ വഹി സ്കൂൾ കി യൂണിഫോം പകർനെ സേ ഹി ദിഹി. എന്നാൽ ഞാൻ ആ മോർപാലിനെ എപ്പോഴൊക്കെ കാണുന്നു ആ സമയത്തെല്ലാം അവൻ ഈ സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഏക് ബാർ തോ മുझे യാദ് ഹേ. ഒരിക്കലുള്ളത് ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. കി എന്തെന്നാൽ മുഹല്ലേക്ക് കിസി ഷാദി മേ ഫി ഉസേ വഹി നീലി ഹാക്കി സ്കൂൾ യൂണിഫോം പഹനെ ദേഖ് മേം ഹൈരാൻ രഹ് ഗയാ താ. മുഹല്ലേക്ക് കിസി ഷാദി മേം. മുഹല്ലെ പ്രദേശം, ആ പ്രദേശത്തിലെ ഏതോ ഒരു ഷാദി വിവാഹം, ഏതോ ഒരു വിവാഹത്തിൽ ഉസേ അവൻ നീലി ഹാക്കി സ്കൂൾ യൂണിഫോം നീലയും ഹാക്കിയുമായ സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് അവൻ നിൽക്കുന്നത് കണ്ട് ഹൈരാൻ ഗയേ ഞാൻ അമ്പരന്ന് പോയി, ആശ്ചര്യപ്പെട്ടു പോയി. സ്കൂൾ യൂണിഫോം സ്കൂളിൽ പോലും ഇടാൻ മടിക്കുന്ന നമ്മുടെ ഇടയിൽ, അതായത് മിഹർ ചിന്തിക്കുകയാണ്, ഇടയിൽ എനിക്ക് സ്കൂളിൽ പോലും ഇടാൻ ഒരു മടിയാണ്. ഇതിനിടയിൽ നമ്മുടെ മോർപാൽ ഒരു കല്യാണ വീട്ടിൽ എല്ലാവരും നല്ല വലിയ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആ സ്ഥലത്ത് നമ്മുടെ മോർപാൽ സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യമുണ്ടായി, ഞാൻ അമ്പരന്ന് പോയി. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ മിഹിറിനെ വളരെയധികം ദുഃഖകരമായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ കരയുമായിരുന്നു. എന്നാൽ മോർപാലിന് വളരെ തിരിച്ചുള്ള സ്വഭാവം ആയിരുന്നു. സ്കൂളിൽ പോകാൻ വളരെയധികം താല്പര്യമായിരുന്നു. ഞായറാഴ്ച പോകുന്നത് പോലും അവനിഷ്ടമായിരുന്നു. ഞായറാഴ്ചയുള്ളത് അവധിയുള്ളതിനാൽ അവന് വളരെയധികം വിഷമമായിരുന്നു. എന്നാൽ സ്കൂളിൽ പോകുമ്പോൾ പോലും മിഹിറിന് യൂണിഫോം ധരിക്കാൻ ഒരു മടുപ്പായിരുന്നു. എന്നാൽ മോർപാലിനെ എവിടെ നോക്കിയാലും നമുക്ക് യൂണിഫോമിൽ കാണാമായിരുന്നു. ഒരു കല്യാണ വീട്ടിൽ പോലും അവനെ കണ്ടപ്പോൾ നമ്മുടെ മിഹിർ എന്ത് ചെയ്തു, ലേഖകന് അമ്പരപ്പുണ്ടായി. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ധന്യവാദം.